ഈ ഓണക്കാലത്ത് പൊതുജനം ഈ 2025 ഓണം ആഘോഷിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൊതുജനം പൊതുവിപണിയെ ആശ്രയിച്ചത് കൺസ്യൂമർ ഫെഡും സപ്ലൈകോ ഉൽപ്പന്നങ്ങളുമാണ്. അത് മേടിക്കാനാണ് ജനത്തിരക്കുണ്ടായത് എന്ന് സർക്കാർ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. എന്തുകൊണ്ട് ഈ രീതിയിൽ ജനങ്ങൾ അതിനെ ആശ്രയിക്കേണ്ടി വന്നു? അവിടെ കിട്ടുന്ന സാധനങ്ങൾ ഗുണനിലവാരമുള്ളതാണോ എന്നതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ജോസ് ചെലപ്പൻ. നമസ്കാരം. ഗുണനിലവാരമുള്ള ആഹാര സാധനങ്ങളാണോ സപ്ലൈകോ വഴി വിൽക്കുന്നതെന്നത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാര്യം, സപ്ലൈകോ ഉൽപ്പന്നങ്ങളെ വില കുറച്ച് കാണുകയല്ല, അവിടെ നിന്ന് കിട്ടുന്ന പല സാധനങ്ങളുടെയും ക്വാളിറ്റി പരിശോധിക്കുമ്പോൾ പൊതുജനങ്ങൾ നിവൃത്തികെട്ടാണ് അതിനെ ആശ്രയിച്ച് ആ സാധനങ്ങൾ മേടിക്കേണ്ടി വന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കാൻ 2 ടേം കിട്ടിയപ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചുവെങ്കിലും നിത്യ ഉപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിക്കാതെ പോയത് വളരെ ദുഃഖകരമാണ്. കേരളം കേന്ദ്രത്തെയും പരിചാരിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോഴും സാധാരണ ജനങ്ങളുടെ ജീവിതം വളരെ ദുർഘടമാണ്. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് അഭിമാനം സംരക്ഷിക്കുന്ന മലയാളികൾ ഒരാഘോഷം എന്ന നിലയിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഓണാഘോഷം വന്നപ്പോഴും ആശ്രയിച്ചത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെയാണെന്നത് സർക്കാർ പോലും ബോധ്യപ്പെടുത്തേണ്ടി വന്നത്. നിലവാരമുള്ള ആഹാര സാധനങ്ങൾ മേടിക്കാൻ പണമില്ലാതെ ഒരാഘോഷം കൂടുതൽ മനോഹരമാക്കുവാൻ വേണ്ടി സമ്പന്നരുടെ പട്ടികയ്ക്കപ്പുറം സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെട്ട രീതിയിൽ അവന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ആശ്രയിച്ച് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിത ചെലവ് വളരെ ഗണ്യമായി കൂടിയിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിത നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താൻ കൂടുതൽ വ്യഗ്രത പുലർത്തുന്ന കാലഘട്ടത്തിൽ ആഹാര സാധനങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കിയല്ല മനുഷ്യൻ സാധനങ്ങൾ മേടിക്കുന്നതെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ വില നിയന്ത്രണ സംവിധാനം സർക്കാരിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയാണ്. ഈ വലിയ ആഘോഷം കഴിഞ്ഞപ്പോഴും തീപിടിച്ച കൊള്ള വിലയാണ് പല സാധനങ്ങൾക്കും. ഇത് പറയാൻ കാരണം, കഴിഞ്ഞ 1 വർഷക്കാലമായി ഞാനും ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. അവിടെ ഓരോ ദിനവും മേടിക്കുന്ന സാധനങ്ങൾ ഓരോ ദിനവും വില കൂട്ടുന്ന രീതിയിലുള്ള സാധനങ്ങളായി തന്നെയാണ് മേടിക്കേണ്ടി വരുന്നത്. കാര്യം, ഓരോ ദിനവും, ഉദാഹരണം എണ്ണ പോലെയുള്ള, തേങ്ങ പോലെയുള്ള സാധനങ്ങൾ ഓരോ ദിനവും മാറുമ്പോഴും വില കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഇന്ന് ഈ സാഹചര്യത്തിൽ, ഈ ഓണം കഴിഞ്ഞ കാലഘട്ടത്തിൽ, ഈ 2025 ഓണം കഴിഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ ജീവിത ചെലവ് കൂട്ടിക്കിഴിച്ചു നോക്കിയാൽ എത്രയോ കൂടുതലാണെന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ സാധാരണക്കാരെ, ഈ മിഡിൽ താഴെയുള്ള സാധാരണ കുടുംബങ്ങൾ, സാധാരണ മനുഷ്യരെ ഇങ്ങനെയുള്ള സർക്കാർ സംവിധാനത്തെ ആശ്രയിക്കേണ്ടി വരുന്നത്. അവിടെ ഗുണനിലവാരമില്ലാത്ത പല സാധനങ്ങൾ കൊടുക്കുമ്പോഴും ആ സാധനങ്ങൾ മേടിച്ച് ഉപയോഗിച്ച് ജീവിതം മെച്ചപ്പെട്ട നിലയിലേക്ക് ക്രമീകരിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ ഇടതുപക്ഷ സർക്കാർ, സത്യസന്ധമായി പറഞ്ഞാൽ, ജനങ്ങളുടെ ജീവിതം നിത്യോപയോഗ സാധനങ്ങളെ ബന്ധപ്പെട്ടതാണെന്നതും അതിന്റെ വില നിയന്ത്രിച്ച് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്നും കൃത്യമായി മൂല്യബോധത്തോടെ പ്രവർത്തിക്കേണ്ട സർക്കാരാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും കുത്തക മുതലാളിമാർക്കും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലുള്ള ഭരണ സംവിധാനമല്ല നമുക്ക് വേണ്ടത്. അത് വേണ്ട എന്നതല്ല, അതൊരു ഭാഗമായി പ്രവർത്തിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, ദുരിതങ്ങൾ മനസ്സിലാക്കി അതിനെ ലഘൂകരിച്ച്, അവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും ലഘൂകരിച്ച് ജനങ്ങളെ സംരക്ഷിക്കുമ്പോഴാണ് ഒരു നല്ല സർക്കാർ ഉണ്ടാകുന്നത്. അതിന് ഈ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ സാധിക്കുന്നുള്ളൂ. എന്തായാലും അത് സാധിക്കുമെന്ന പ്രതീക്ഷയോടെ ഓരോ ദിനവും തീപിടിച്ച വിലയിൽ നിന്നും മനുഷ്യജീവിതം ദുർഘടമാകാതിരിക്കാൻ നമുക്ക് പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ. മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ നന്ദി.